ദിവസം ഈവനിങ് ഞങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴേ ഞാൻ ചോദിച്ചു രഞ്ജീൻ്റെ അടുത്ത്, രഞ്ജി എന്താ നിങ്ങൾ കുറേ ആളായല്ലോ അങ്ങോട്ട് ഇങ്ങനെ നടക്കുന്നത്, എന്താ സബ്ജക്റ്റ് എന്ന് ചോദിച്ചു. രഞ്ജിത്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് നെറേറ്റ് ചെയ്തു ആ സബ്ജക്റ്റ്. നെറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ക്യാരക്ടേഴ്സൊക്കെ മാത്രമേ ഉള്ളൂ, അല്ല ഇന്ന ആർട്ടിസ്റ്റ് എന്നുള്ള ലെവലില്ല. എനിക്ക് തോന്നുന്നു അന്ന് മഞ്ജു മാത്രം ഉണ്ട് അതിൽ, ബാക്കിയെല്ലാം തമിഴ് ക്യാരക്ടർ. അപ്പോൾ ഈ സബ്ജക്റ്റ് നെറേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ രഞ്ജിനോട് ഞാൻ പറഞ്ഞു, രഞ്ജി ഇത് തമിഴിൽ വർക്കൗട്ട് ആവില്ലെങ്കിൽ, നിങ്ങൾ ഷൂട്ടിംഗ് തുടങ്ങണില്ലെങ്കിൽ മലയാളം വെർഷൻ ഞാൻ എടുക്കാമെന്ന് സിബിനോട് പറഞ്ഞേക്കും. സിബിനോട് എനിക്കൊരു വാക്കുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു പടം ചെയ്യാം. അങ്ങനെ വന്ന് ഭവിക്കുകയാണ് ചെയ്തത് സമ്മറിൻ ബത്ലഹേം എന്ന് പറഞ്ഞ പടം. അതിന് മുമ്പ് കമ്പോസ് ചെയ്തിട്ടുണ്ട്. ആ തമിഴ് പടത്തിന് വേണ്ടി കമ്പോസ് ചെയ്ത 1-2 പാട്ടുകളുണ്ടായിരുന്നു. ബാക്കി മുഴുവനും കമ്പോസിങ് എൻ്റെ ലീഡർഷിപ്പിലും ഞാനും എല്ലാവരും കൂടി ഇരുന്നുണ്ടാക്കിയ സോങ്സ് ആണ്. അല്ല, സുരേഷ് വരാമെന്ന് കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ സബ്ജക്റ്റ് മലയാളത്തിലേക്ക് നമ്മൾ ഡിസ്കസ് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് ഈ കോമ്പിനേഷൻസ് വർക്ക് ചെയ്യണം. അപ്പോൾ കോമ്പിനേഷൻ വർക്ക് ചെയ്യാനായിട്ട് ജയറാം വേണം ആദ്യം, ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ മണി ഡെഫിനറ്റ്ലി ഞാൻ എൻ്റെ നേരത്തെ പടങ്ങൾ ചെയ്തിട്ടുണ്ട്. മണി എൻ്റെ നല്ല സുഹൃത്താണ്. സെയിം ടൈം സുരേഷിനെ കൊണ്ട് ഈ പടം ആ ക്യാരക്ടർ ചെയ്യിപ്പിക്കണം. അപ്പോൾ സുരേഷിന് എനിക്ക് പരിചയമുണ്ട്. ഞാൻ സുരേഷിനെ വിളിച്ച് പറയുന്നു, സുരേഷ് ഒന്ന് ചെന്നൈയിലേക്ക് വരും. അങ്ങനെ ചെന്നൈയിലേക്ക് വന്നു. ബ്യൂട്ടിഫുള്ളായിട്ട് നെറേറ്റ് ചെയ്തു രഞ്ജിത്ത്, സ്ക്രിപ്റ്റ് രഞ്ജിത്ത്, നമ്മുടെ ഇന്നത്തെ ഡയറക്ടർ രഞ്ജിത്ത്. അന്ന് ബ്യൂട്ടിഫുള്ളായിട്ട് ഇത് നെറേറ്റ് ചെയ്ത പുള്ളി പറഞ്ഞു ഞാൻ ചെയ്യാൻ ക്യാരക്ടർ. അങ്ങനെ ഇതെല്ലാം ഒത്തുചേരലായിരുന്നു അവിടെ. ആ ഒരു സിനിമ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നൊരു 10 ദിവസം കൊണ്ട് ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തു. മറവത്തൂരിൻ്റെ റിലീസിനോടനുബന്ധിച്ച് ഷൂട്ടിംഗ് അവിടെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ റിലീസ് നടക്കുന്നത്. അങ്ങനെ ഒരു ഒത്തുചേരലായിരുന്നു അത്. എല്ലാ ഘടകങ്ങളും എല്ലാം കൂടെ ഒരുമിച്ച് വന്നു. വലിയൊരു ഫാമിലി ഷൂട്ടായിരുന്നു അത്. എന്ന് കഴിഞ്ഞാൽ അത്രയും പെൺകുട്ടികളും അവരുടെ പാരൻസും അവരുടെ അനിയത്തിമാരും അങ്ങനെ എല്ലാവരും കൂടെ കൂടിയിട്ടുള്ള ഒരു വലിയ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത വിധത്തിലുള്ള, ഈവൻ എൻ്റെ വൈഫാണെങ്കിലും കുട്ടികളാണെങ്കിലും ഒക്കെ, സിബിയുടെ വൈഫാണെങ്കിലും കുട്ടികളാണെങ്കിലും ബിബിൻ്റെ വൈഫാണ്, എല്ലാവരും അവിടെ ജോയിൻ ചെയ്തു. ഒരു വെക്കേഷൻ ടൈമായിരുന്നു. അപ്പോൾ ഇറ്റ് വാസ് ലൈക്ക് ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ ഈച്ച് ആൻഡ് എവറി ഡേ. പിന്നെ മണി അറിയാമല്ലോ, കലാപവും മണിയും ജയറാമും കൂടി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഈ ഫ്രീ ടൈംസ് മുഴുവനും അങ്ങനെയുള്ള ഹ്യൂമറും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു സിനിമയാണ്. സിനിമ മാത്രമല്ല, അതിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറും എല്ലാ കാര്യങ്ങളും. ഞാൻ സമ്മറിൻ ബത്ലഹേമിൻ്റെ തീർച്ചയായിട്ടും ഞാൻ നെക്സ്റ്റ് ഇയർ പ്ലാൻ ചെയ്യുന്ന ഒരു പ്രോജക്റ്റിലൊന്നായിരിക്കും. ഞാൻ ഇപ്പോഴും അതിൻ്റെ സെർച്ചിങ്ങിലാണ്. അത് ചിലപ്പോൾ അത് സീക്വലല്ല, ഒരിക്കലും അതിൻ്റെ സീക്വൽ അല്ല വരാൻ പോകുന്നത്. പക്ഷേ അതേ പാറ്റേണിലുള്ള യങ്സ്റ്റേഴ്സിനെ വെച്ചുള്ള ഒരു കഥയായിരിക്കും. അതിനൊരു രൂപം നമ്മുടെ മനസ്സിലുണ്ട്. ഞാനത് സിബിയായിട്ടും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സിബി ആയിരിക്കാം ഡയറക്ടർ, അല്ലെങ്കിൽ ബിക്കോസ് സബ്ജക്ട് ബിലോങ്സ് ടു മീ. അത് കാരണം സോങ്സിന് ഇമ്പോർട്ടൻസും കൊടുത്തുകൊണ്ടും ഈ പറഞ്ഞ മാതിരി പ്രേമം എന്ന് പറയുന്ന ഇതിന് ശക്തി കൊടുത്തുകൊണ്ടും ഹ്യൂമറസ് ആയിട്ടുള്ള ഒരു സിനിമ തന്നെയായിരിക്കും അത്. ഡെഫിനറ്റായിട്ടും അതുകൊണ്ട് സംഭവിക്കും. 2023-ലും 2024 ആദ്യത്തിലോ സംഭവിക്കും. അതിൻ്റെ ഒരു പാറ്റേൺ എൻ്റെ മനസ്സിലുണ്ട്. എൻ്റെ കൂടെ ഡിസ്കസ് ചെയ്യുന്നതാണ് മനസ്സിലുണ്ട്. സർ, സമ്മറിൻ ബത്ലഹേം മൂവിയിലെ ഗസ്റ്റ് റോളിൽ വരുന്നുണ്ടല്ലോ ലാലേട്ടൻ. അതിൽ ഏറ്റവും വലിയ ഫൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലായിട്ടുള്ള ബന്ധങ്ങൾ ഞങ്ങൾ അറിയാമല്ലോ, നല്ല ഫ്രണ്ട്ഷിപ്പിലിരിക്കുന്ന സമയമാണ്. പക്ഷേ പടം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. നിരഞ്ജൻ നല്ല കഥാപാത്രം, ആരെ വെക്കണം എന്നുള്ളതിനെ പറ്റി ഒരു ഐഡിയ രഞ്ജിത്തിനും ഇല്ല, സ്ക്രിപ്റ്റ് രഞ്ജിത്തിനും, അതേമാതിരി തന്നെ സിബിക്കും ഇല്ല, എനിക്കും ഇല്ല. നമ്മുടെ കൂടെ സഹപ്രവർത്തനായിട്ട് നിൽക്കുന്ന എം രഞ്ജിത്ത് എന്ന് പറഞ്ഞ അദ്ദേഹത്തിനും ഇല്ല. ആരാണ് ഈ ക്യാരക്ടർ ചെയ്യേണ്ടത്? ഭയങ്കര കൺഫ്യൂഷനാണ്. അപ്പോൾ അത് ഇന്നാൾ ചെയ്താൽ ശരി, തമിഴിൽ നിന്ന് ഇന്നാൾ ചെയ്താൽ ശരിയാവുമോ, മറ്റേയാൾ ചെയ്താൽ ശരിയാവും. എന്നാലും ഷൂട്ടിംഗ് കഴിഞ്ഞു, എല്ലാ സോങ്സും എടുത്തു കഴിഞ്ഞു, എല്ലാ ഷൂട്ടിങ്ങും കഴിഞ്ഞു. അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ആലോചിക്കുന്ന സമയത്താണ് സിബി പറയുന്നു, അതായത് പുള്ളി ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ് പോകുന്ന ഒരു സമയമുണ്ട്, കോട്ടക്കൽ ആയുർവേദശാല, കോയമ്പത്തൂർ, ലാലേ. അപ്പം നമുക്ക് ലാലിനൊന്ന് അപ്രോച്ച് ചെയ്യാം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം രഞ്ജിത്ത് പറഞ്ഞു ബെസ്റ്റായിരിക്കും. വേറൊന്നുമല്ല, ഗസ്റ്റ് റോൾ ചെയ്യുമെന്ന് നമുക്കറിയില്ല, പക്ഷേ ലുക്സ് വൈസ്, ബിക്കോസ് ഈ ആയുർവേദിക് ട്രീറ്റ്മെൻറ്റിലായത് കൊണ്ടിട്ട് താടി കൊണ്ട് മുടിയൊക്കെ ലെങ്തി ആയിട്ട് വളർത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളൊരു പണി, നമ്മളൊരു പ്രൊഡ്യൂസറായിട്ട് അവിടെ പോയി സംസാരിക്കണേ കാട്ടിയല്ലേ, നിങ്ങളൊരു ഫ്രണ്ട്ലി വിസിറ്റ് ഒന്ന് അവിടെ നടത്തിയിട്ട് ആദ്യം ഒന്ന് സജസ്റ്റ് ചെയ്ത് നോക്കൂ
അങ്ങനെയാണ് ഞാൻ ചാടി വരാമെന്ന് തോന്നുന്നു. സൈക്കോളജിക്കൽ മൂവ്. സൈക്കോളജിക്കൽ മൂവല്ല, പുള്ളിയുടെ അടുത്തുള്ള റെസ്പെക്റ്റും അതേമാതിരി തന്നെ ആ ഒരു ഇത് കളയരുതേ, ഫ്രണ്ട്ഷിപ്പ് കളയരുതേ. ഒരു ഗസ്റ്റ് റോളിനാണ് വിളിക്കുന്നത്. പുള്ളി അങ്ങനെ ഒരു ഗസ്റ്റ് റോൾ ചെയ്യേണ്ട ആവശ്യമില്ല പുള്ളിക്ക്. സ്നേഹം കൊണ്ട് മാത്രം വരുന്ന ഒരു സംഭവം. അങ്ങനെയാണ് ഇവർ രണ്ടുപേരും കൂടെ പോയി അപ്പോൾ നാച്ചുറലി ഇവരോട് ലാൽ അങ്ങനെയാണ്. ലാലിപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ എവിടെയാണെങ്കിലും ഇന്ന് പോകണ്ട, ഇവിടെ നിൽക്കും, കൂടെ നിൽക്കും, നമുക്ക് ലാത്തി അടിക്കാം. അങ്ങനെ ഒരു ലവബിൾ ഒരു നേച്ചറുള്ള ആളാണ്. അപ്പോൾ അങ്ങനെ പുള്ളി അവിടെ ഇരുന്ന് സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താണ് ഇപ്പം സബ്ജക്റ്റ്, ഏത് പടം, ഫോക്കസിന് സിയായിക്കാൻ്റെ പടം, ശരി എന്താണ് സബ്ജക്റ്റ് എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ സബ്ജക്റ്റ് കേട്ട് കഴിഞ്ഞിട്ട് പറഞ്ഞ് അതേ ഇതിലിങ്ങനെ ഒരു ക്യാരക്ടറുണ്ട്, മറ്റേ നിരഞ്ജൻ എന്ന് പറയുന്ന ക്യാരക്ടർ ഇന്നതാണ്, നിങ്ങളുടെ ഈ ഇതിൽ ഫിസിക്കലി അപ്പിയറൻസിൽ ഇറ്റ്സ് ആപ്റ്റാണ്, ഒന്ന് എന്ന് പറഞ്ഞു. ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. പുള്ളിക്ക് സബ്ജക്റ്റ് ഇഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ ഒരു ക്യാരക്ടറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ, അതാണ് പുള്ളിയുടെ ടാലന്റ് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച മാതിരി പുള്ളിയുടെ ഒരു വേഴ്സറ്റൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് അതിൻ്റെ ഒരു സാധനം കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവുന്ന രൂപത്തിൽ അത് അങ്ങനെ ആക്സെപ്റ്റ് ചെയ്തിട്ടാണ് ആ ക്യാരക്ടർ ചെയ്യുന്നത്.